അപ്പോ ഇന്ന് ഒരു പരിപാടി നമ്മുടെ ഗുരുവായൂർ നമ്മുടെ എവിടെ വെച്ചാന്ന് വെച്ചാൽ പറഞ്ഞത് പൂന്താനം ഓഡിറ്റോറിയത്തിൽ വെച്ച് അവിടെ നാരായണത്തിന് അവിടെ വെച്ചാന്ന് പറഞ്ഞത് ഒരു അഷ്ടപതി സെമിനാർ ആണ്. സെമിനാർ എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അഷ്ടപതി സെമിനാർ ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അല്ലേ ചാ? ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് സ്റ്റേജ് എവിടെയാണെന്ന്. ചെറിയ ഡൗട്ട് ഉണ്ട്. അപ്പൊ ഇവിടെ നോട്ടീസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ തന്നെ അച്ഛൻ ഡൗട്ട് അടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കൗസ്തുഭത്തിന് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കണ്ടില്ലേ? അതാണ് പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞങ്ങൾക്കൊരു ഡൗട്ട് പോയത് എവിടെ ആയിരുന്നു, ചെറുതായിട്ട് ഞങ്ങൾ മറന്നുപോയി. അപ്പൊ ഞങ്ങള് ഇവിടെ എത്തി. അഷ്ടപതി സെമിനാർ ആണ്. ഇവിടെ നോട്ടീസ് വെച്ചുകൊണ്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ അച്ഛൻ പറഞ്ഞു വണ്ടി പാർക്ക് ചെയ്യുന്ന വെച്ചാൽ വണ്ടി പൂജിക്കണ സ്ഥലത്താണ് മുന്നേ പറഞ്ഞത്. അതായത് ഇവിടെ കൗസ്തുഭം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടൽ അത് പൊളിച്ച് പണിയാണ്. അപ്പൊ അതിനടുത്താണ് പൂന്താനം ഓഡിറ്റോറിയം. ഡിയർ ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. New city lights, they shine for my face. Another passport stamp, I love the chase. From market hustle to the ocean breeze, this feeling put my restless mind at ease. See the world through my own eye, oh. Got a good vibe, I no feel like, oh. We just they move to the rhythm, oh. Yeah, we just they leave it, oh. Yeah, we just they leave it, oh. അപ്പൊ നമുക്കിനി അങ്ങോട്ട് പോവാ. അതിനായിട്ട് എനിക്ക് ഒരു കാര്യം പറയണ്ടതിന് മുൻപ്, ഇവിടെ ഈ മ്യൂറിൽ വരച്ചുകൊണ്ടിരിക്കുന്നത് ഭംഗി നോക്കിയല്ലേ? അതായത് ഇവിടേക്ക് തന്നെ ടൂറിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, പുറത്തു വന്ന ആൾക്കാര്, അവരെ ആകർഷിപ്പിക്കാൻ വേണ്ടി വരച്ചിട്ടുള്ളൂ. നമുക്കൊന്ന് രജിസ്റ്റർ ചെയ്യാം. നമ്മളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നൊരു ബുക്കുണ്ട്. അഷ്ടപതി സെമിനാർ പേനയുണ്ടായിരുന്നു. അഷ്ടപതി സെമിനാർ എന്ന് പറഞ്ഞൊരു ബുക്കാണ് ഉള്ളത്. നമുക്ക് ആവശ്യമുള്ള അവിടെ പറയണ നമ്മളുണ്ടല്ലോ, നമുക്ക് ചെറുതായിട്ട് നമുക്ക് നോട്ട് ചെയ്യാനുള്ള ഒരു ബുക്കാണ്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മറ്റേ സെമിനാറിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെങ്കിൽ അഷ്ടപതിനെ കുറിച്ച് അവബോധം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാവരും അറിയപ്പെടാൻ അതിന്റെ കാര്യങ്ങൾ, അതിന്റെ പുറകിലത്തെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മളോട് വന്നപ്പോ തന്നെ ഒരു വട കിട്ടി അല്ല ചാ? വട കിട്ടി. എനിക്ക് വേണമെന്ന് എന്താ വെച്ചാൽ നല്ല ടേസ്റ്റ് ആവും. അതും പോലെ നല്ല നെയ്യും കൂടി എണ്ണയും കൂടി ആവും. നല്ല മുരുമുരുപ്പുള്ള ഒരു വടയാണ്. ഞാൻ കഴിച്ചില്ല, എനിക്ക് നല്ല കൗക്കട്ടുള്ളതുകൊണ്ടാണ്. ശബ്ദത്തിലുള്ള മാറ്റം കണ്ടില്ലേ? അച്ഛൻ നമുക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് രുക്മിണിയിലാണെങ്കിലും ഗുരുവായൂർ പ്രത്യേകിച്ച് ഈ വടക്കേക്ക് നല്ല സ്പെഷ്യൽ ടേസ്റ്റ് ആണ് അല്ലേ? നല്ല ടേസ്റ്റ് അല്ലേ? അപ്പൊ നമുക്ക് അവിടെ പരിപാടി തുടങ്ങിയാണ്. നമുക്കൊന്ന് കേട്ടോ. ചായ വരുന്നുണ്ടല്ലേ? എല്ലാ ദിവസവും ഭഗവാനെ വിഷു നന്നായി കഴിക്കണേ ഭഗവാനെ. ഒരു അനിഷ്ട സംഭവം ഉണ്ടാകും. ഒരു ചെറിയ പിടിച്ചു ഒരു കുട്ടിയുടെ സാരിയിലോ തൊങ്ങിലോ പിടിച്ചു വലിക്കുന്ന സംഭവം പോലും ഈ വിഷുവിനെ ഗുരുവായൂർ ഉണ്ടായില്ല എന്നുള്ളത് ആത്മാർത്ഥമായി എനിക്ക് നിങ്ങളോട് പറയാം. എല്ലാത്തിൻ്റെയും അവസാനമായി അപ്പോ വട മാത്രല്ല അല്ല ചാ, വട മാത്രല്ല നമുക്ക് ചായയും കിട്ടി. ഇത് ഫൽച്ചായല്ലേ? ഫൽച്ചായ വളരെ അടിപൊളിയാണ്. കുടിച്ചോ? കിട്ടിയപ്പോഴേ ചായ നല്ല ടേസ്റ്റ്. അപ്പൊ എനിക്ക് ബുക്ക് കാണാണ്ടല്ലേ, ബുക്കില് നമുക്ക് പറയണതൊക്കെ നോട്ട് ചെയ്തിട്ട് നമുക്ക് പഠിക്കാം. നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നോട്ട് ചെയ്ത് നമുക്കൊരു ഉപകാരം കൂടി ഉണ്ട്. ബുക്കിലൂടെ പരിപാടി കാണാം, കേൾക്കാം. അഷ്ടപതി ആരംഭിക്കുന്നത്, ഗീതഗോവിന്ദം എന്ന കൃതി ആരംഭിക്കുന്നത് മേഘേർവേദുരമംബരം വനഭുവശ്യാമാസ്തമാലദ്രുമൈ നക്തം ഭീരുരയം ത്വമേവ നദിമം രാധേ ഗൃഹം പ്രാപയ ഇത്തം നന്ദനിദേശതശ്ചലിതയോഃ പ്രത്യധ്വതുല്യദ്രുമം രാധാമാധവയോർജയന്തി യമുനാകൂലേ രഹക്കേളയ എന്ന ഒരു പദ്യത്തിലൂടെയാണ്. അപ്പോഴാണ് ഇങ്ങനെയാണ് ഗീതികാവ്യം എന്നുള്ളത് പാടാനായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഈ ഗീതികാവ്യം എന്നുള്ള പ്രസ്ഥാനം എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ള ഒരു അന്വേഷണം. ഇത് ചെറിയ ചില കാര്യങ്ങളാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് സംസ്കൃതത്തിൻ്റെ ഗെയിമോ നമ്മൾ വളരെ കാലങ്ങളായിട്ട് കേൾക്കുന്നു. ഞാൻ സംസ്കൃതം പഠിക്കുകയൊക്കെ ചെയ്യുന്ന കാലത്ത് ഞാൻ കേട്ടിട്ടുള്ള ഒന്നാണ്, പ്രത്യേകിച്ച് മലയാളക്കാരനാണ് കേൾക്കുക, സംസ്കൃതക്കാർക്ക് ശ്ലോകമേ ഉള്ളൂ, പാട്ടില്ല എന്നുള്ളത് എപ്പോഴും കേൾക്കുന്നതാണ്. നൃത്തങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ശ്ലോകമൊക്കെ സംസ്കൃതത്തിൻ്റെ വൃത്തവും
പാട്ടുനൃത്തങ്ങളൊക്കെ മലയാളത്തിൻ്റെയാണ് എന്നത് അതങ്ങനെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ നൃത്തങ്ങളെ കുറിച്ചുള്ള യൂട്യൂബിലുള്ള ക്ലാസ്സുകളൊക്കെ കേട്ടാൽ അറിയാം, ശ്ലോകനൃത്തം എന്ന് പറഞ്ഞ സംസ്കൃതവും പാട്ടൊക്കെ മലയാളമാണ്. ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ പറഞ്ഞു സംസ്കൃതത്തിൽ എഴുതിയതാണ് എങ്കിലും മലയാളത്തിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ നന്നായി മനസ്സിലാവുന്നതുകൊണ്ട്. അപ്പം കേട്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നിയത് മലയാളമാണ്, ഈ പാട്ട് കേട്ടപ്പോൾ മലയാളമാണ് എന്ന് തോന്നലുണ്ടാകും. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, സംസ്കൃതത്തിൽ പാട്ടില്ലേ, മലയാളത്തിൽ മാത്രമാണ് പാട്ട് എന്ന് നോക്കുമ്പോഴാണ് അതിൻ്റെ വലിയൊരു അതായത് എങ്ങനെയാണ് നാട്യശാസ്ത്രം മുതൽ പാട്ട് എന്നുള്ള ശ്ലോകത്തിന് വ്യത്യസ്തമായിട്ട് പാട്ട്, ഗീതം, ഗീതി എന്നുള്ള വലിയൊരു വിഭാഗം ഈ ആധുനിക കാലത്ത് സംസ്കൃത സിനിമാ ഗാനങ്ങളടക്കം ഉള്ള ഒരു വലിയൊരു ഗാന പദ്ധതി സംസ്കൃതത്തിനുണ്ട്. അതിനുവേണ്ടി പ്രത്യേക വൃത്തങ്ങളുണ്ട്. അങ്ങനെ നോക്കുമ്പോഴാണ് ഈ കാവ്യപ്രസ്ഥാനം, അതായത് ഗീതി കാവ്യപ്രസ്ഥാനം എന്നുള്ളത് ഇതായിട്ട് വരുന്നത്. രാമദാസ് എന്നുള്ള സോപാന സംഗീത വിചക്ഷണനാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഒരു തവണ പറഞ്ഞു. ചണ്ഡന്മാരായ ദണ്ഡായുധഭടരരികിൽ പ്രാണനിര്യാണകാലേ ദണ്ഡം കൈക്കൊണ്ടടുത്തിട്ടടിയന് വളരെ ദണ്ഡമേകും ദശായ കർണാരാധിക്യ തേർ പണ്ടഴകിനൊടു തെളിച്ചോരു ഭൂമി വിഭോതേ കണ്ണിൽ കാണായി വരേണം ഗുരുപവനപുരേ വാഴുവൻ വാസുദേവ കണ്ണിൽ കാണായി വരേണം ഗുരുഭവനപുരേ വാഴുവൻ വാസുദേവ വാസുദേവ. അഷ്ടപതി സംഗീതോത്സവത്തോടനുബന്ധിച്ച് ഇവിടെ ആദ്യ ദിവസം നടക്കുന്ന സെമിനാറിൽ ഒരു പ്രബന്ധം അവതരിപ്പിക്കാൻ വേണ്ടി ഗുരു സാർ വിളിച്ചു. എനിക്ക് ആദ്യം സംശയമുണ്ടായി എന്നെ തന്നെയാണോ വിളിക്കുന്നത്, കാരണം അത്രയധികം പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുള്ള ശീലമൊന്നും എനിക്കില്ല. പാട്ടുകൾ പാടാൻ വേണ്ടി, സോപാന സംഗീത അർച്ചന നടത്താൻ വേണ്ടി വേദികളിൽ പോകാറുണ്ട്, ക്ഷേത്രങ്ങളിൽ പോകാറുണ്ട് എന്നല്ലാതെ വളരെയധികം പ്രഭാഷണങ്ങളും നടത്തിയിട്ടുള്ള ശീലം എനിക്കില്ല. എനിക്ക് തൊട്ട് മുൻപ് വളരെ ഗഹനമായ രീതിയിൽ, വളരെ ആഴത്തിൽ ഗീതഗോവിന്ദത്തിൻ്റെ ഒരു സാരസർവസ്വം എന്നുള്ള നിലയ്ക്ക് വളരെ ഗംഭീരമായ ഒരു പ്രഭാഷണം നമ്മളിപ്പോൾ ക്ഷണിച്ച് കഴിഞ്ഞുള്ളൂ. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് ഊണ് കഴിഞ്ഞ് പാട്ടും കേട്ട് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന ഒരു ഭഗവാനെയാണ് നമ്മൾ തുറന്നാൽ കാണുന്നത്. പക്ഷെ അമ്പലം നട തുറക്കുമ്പോൾ കാണുന്നത് അതിനു മുമ്പുള്ള രംഗം ഒരുക്കുകയാണ് ഈ മന്ത്രം കൊണ്ട് ചെയ്യുന്നത് എന്നർത്ഥം. ഈ മന്ത്രം കഴിഞ്ഞ അടുത്ത ചടങ്ങ് എന്താ വെച്ചിട്ടുണ്ടോ, പലഹാരങ്ങൾ കൊടുക്കുകയാണ് ഭഗവാന്. ലഡൂകം നിവേദയാമി നമഃ, അഭൂപം നിവേദയാമി നമഃ എന്ന് പറഞ്ഞ ചില മന്ത്രങ്ങളുണ്ട്. അതിൻ്റെ അർത്ഥം ഞാൻ അപ്പം ഇതാ നേദ്യം കഴിക്കുന്നു, ലഡു ഇതാ നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് നന്നായിട്ട് ഊണ് കഴിച്ചിട്ട് കുറച്ച് മധുരമാവെന്ന് പറയണ്ടേ, അതേപോലെ മധുരം കൊടുത്തുകൊണ്ട് സന്തോഷിപ്പിക്കാൻ. ഇങ്ങനെയുള്ള എല്ലാ ഭക്ഷണക്രമവും കൃത്യമായിട്ട് പാലിക്കുന്ന ഒരാളാണ് ഈ ഗുരുവായൂർ. നിങ്ങൾക്ക് രാവിലെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, കടലപ്പഴവും മലരും ഒക്കെ ചേർത്തിട്ടാണ്. മനുഷ്യനെ പോലെ തന്നെയാണ് ഈ വാസ്തവത്തിൽ
മനുഷ്യന്റെ ബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന് എന്തുണ്ട്, ഒരു പരിമിതിയുണ്ട്. അപ്പോൾ നമ്മൾ ഈശ്വരനെ പറ്റി ചിന്തിക്കുകയാണെന്ന് വെച്ചാൽ അത് വലിയൊരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഒരു ആനയാണിത് ചിന്തിക്കുന്നതെങ്കിലോ വലിയൊരു ആനയായിട്ടായിരിക്കും ആനയുടെ ഈശ്വരൻ എന്നർത്ഥം. അപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിൽ എന്തൊക്കെയാണോ ഉള്ളത് ആ ചടങ്ങുകളൊക്കെ എവിടെയുണ്ട്? ഈ ക്ഷേത്രത്തിലെ ഈശ്വരന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ 3 സന്ധ്യയ്ക്കും, പ്രാതസന്ധ്യയ്ക്കും, മധ്യസന്ധ്യയ്ക്കും, ഉഷസന്ധ്യയ്ക്കും, സായം സന്ധ്യയ്ക്കും എന്ത് ചെയ്തിട്ടുള്ളത്? ഇങ്ങനൊരു പൂജ ശങ്കരാചാര്യനെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ആ ചിട്ടപ്പെടുത്തിയതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മുടെ ക്ഷേത്രങ്ങളിലെല്ലാം ഈ ഇടയ്ക്ക് കൊട്ടിയിട്ടുള്ള പാട്ടും ഇതെല്ലാം എന്തായത് പരിചിതമായത്. സാധാരണ ദരിദ്രമായ ദേവസ്വത്തിലാണെങ്കിൽ ഇതൊക്കെ മന്ത്രം കൊണ്ട് കഴിയും. അവിടെ കൊട്ടാനും ആളുണ്ടാവില്ല, പാടാനും ആളുണ്ടാവില്ല. അപ്പോൾ ഭഗവാൻ വിചാരിക്കാനേ പറ്റുള്ളൂ. സമ്പാദ്യമുള്ള ക്ഷേത്രങ്ങളാണെങ്കിൽ ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ക്ഷേത്രങ്ങളിലെ പൂജാ സമ്പ്രദായം ചിട്ടപ്പെടുത്തിയ ശങ്കരാചാര്യരുടെ കാലത്ത് തന്നെ ഈ കൊട്ടിപ്പാടി സേവ പോലുള്ള ആചാരങ്ങളുടെ പ്രാഗ്രൂപങ്ങൾ നിലവിൽ നിന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പോലെ മുതൽ ആദ്യം നിൽക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു മുൻഗണന ഉള്ളൂ. അടുത്ത പ്രാവശ്യം ആദ്യം വരാൻ വേണ്ടിയിട്ടാണ്. കാര്യം മനസ്സിലായല്ലോ. സർട്ടിഫിക്കറ്റ് എഴുതി വെക്കുമ്പോൾ മുകളിൽ കൂടുതലായി പോകുമല്ലോ. അതാണ് അതിൻ്റെ കാരണം. അത് അവസാനം വന്ന ആളെ ആദ്യം വിളിച്ചല്ലോ എന്ന് തോന്നല്. ആ വിഷമം ആദ്യം അവസാനിപ്പിച്ചത്. നിരഞ്ജൻ PS. ജ്യോതിദാസ് ഗുരുവായൂർ. മായജ ശർമ്മ. ശ്രീ സുരേന്ദ്രൻ സർദാർ സ്റ്റുഡിയോ. സുരേന്ദ്രൻ സർദാർ സ്റ്റുഡിയോ. ഇവിടെ കിട്ടുന്നുണ്ടായിരുന്നു. ശ്രീദേവി ടി. സുരേഷ് കുമാർ. വിജയകുമാരി. കരുൺദേവ് കെ. ഹീര. നിഷ. കൃഷ്ണറാം. രാമദാസൻ. രാമദാസൻ. സർവജനീയമ്മ VS. മേര നരസിംഹ. നിരഞ്ജൻ PS. കണ്ടമണിയം.
ശ്രീമതി ഗീത ജയൻ, ശ്രീമതി സത്യവതി, ശ്രീമതി സബിക രവീന്ദ്രൻ, ശ്രീമതി സീമ ബീബി, ശ്രീ അനീഷ്, ശ്രീമതി രാധ ഹരിദാസ്, രാധ ഹരിദാസ്. അപ്പൊ എന്തായാലും പരിപാടി കഴിഞ്ഞു, കണ്ടില്ലേ, ഫുള്ള് സംസാരിച്ചെല്ലാം കഴിഞ്ഞു. പിന്നെ സെമിനാർ അവസാനിച്ചു. ഇനി അടുത്തത് ഭക്ഷണമാണ് കഴിക്കാൻ പോണത്. ഭക്ഷണം സദ്യ ആവൂലേ? സദ്യ ആവും, അതെ സദ്യ ആവും. കാണുമ്പോൾ സദ്യ പോലെ ഉണ്ട്. ഇനി ഭക്ഷണം കഴിക്കുന്ന അടുത്തത്. അപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കുന്ന വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ ഊണിന്റെ ഏരിയയിലേക്ക് എത്തി. അടിപൊളി ഊണാണ്, നമുക്ക് കഴിച്ചു നോക്കാം. ചോറ്, അതുപോലെ കിടിലും പുളികറി, അതുപോലെ ഉപ്പേരിയുണ്ട്, നല്ല വെള്ളമുണ്ട്. അപ്പൊ എന്തായാലും നമുക്കൊന്ന് ഭക്ഷണം കഴിച്ചു നോക്കാം. കണ്ടിലേക്ക് ചൂട് അമ്പലത്തിന് ഊണം തോന്നുന്നുണ്ട് കേട്ടോ. അതെ അതന്നെയാണ്. മൂലയുടെ വീട്ടിൽ പിടിച്ചു നോക്കാം. അടിപൊളി അടിപൊളി മൂലറി. ആഹാ, ഉപ്പേരിയുടെ കറികളൊക്കെ ആണെങ്കിലും അടിപൊളി. അപ്പൊ നമുക്ക് കഴിച്ചിട്ട് വരാം. അപ്പൊ സദ്യ മാത്രല്ല, ബിരിയാണി നമ്മുടെ പാൽപ്പായസം കിട്ടിയോ. ഇത് ടേസ്റ്റ് അറിയാം നമുക്ക്. ആവശ്യത്തിന് കഴിക്കാം. അത്ര നല്ലോണം കിട്ടിയ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് പാൽപ്പായസം പറയേണ്ട ആവശ്യമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് പായസമാണ്, കൊള്ളാൻ. എന്തായാലും നമുക്ക് എന്തായാലും ഒന്ന് കൈ കഴുകുക. എന്നാലും അടിപൊളിയുണ്ട്. സദ്യ ആണെങ്കിലും പായസം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റ്, കഴിച്ചുകൊണ്ടേ ഇരിക്കും. തോന്നുന്നില്ല. അങ്ങനെ ഞങ്ങള് പായസമൊക്കെ കഴിച്ച് കൈയൊക്കെ കഴുകി അങ്ങനെ അടിപൊളിയായിരുന്നു ഇന്നത്തെ സദ്യ. നമുക്ക് അവിടെ കുറച്ച് ഇരുന്നിട്ട് സംസാരിക്കാം. ആരോണം ഭക്ഷണം കഴിച്ചല്ലോ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു നല്ല സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റും ഇവിടെ. ഇത് ബിരിയാണി നമുക്ക് മനസ്സിലായി സ്ഥലം മനസ്സിലല്ലേ. കൗസ്തുഭ ആ സ്ഥലത്തിന് അപ്പുറത്തായിട്ട്, ആ ഹോട്ടലിന് അപ്പുറത്തായിട്ട് നല്ല ഹെലികോപ്റ്ററിന് ശബ്ദം. അത് VIPs ഒക്കെ ഉണ്ടല്ലോ, എന്തിനും കാര്യത്തിനായിട്ട് പോകുമ്പോണ്ടല്ലോ. പുതിയത് ഇങ്ങനെ റൗണ്ട് അടിക്കാറുണ്ടെന്ന് ഇങ്ങനെ അറിയാറുണ്ട്. ഇങ്ങനെ റൗണ്ട് അടിക്കും, 3 റൗണ്ടൊക്കെ അടിക്കും. എന്നിട്ടാണ് അവർ ഓരോരോ കാര്യങ്ങൾ നടക്കുമ്പോൾ മംഗളമായിട്ട് നടക്കുമെന്ന് പറയാം. അങ്ങനെ ചെയ്യണമാവും ചിലപ്പോൾ. അല്ലാതെ തന്നെ സാധാരണ ഹെലികോപ്റ്റർ പോകും, പക്ഷെ റൗണ്ട് അടിക്കണം അങ്ങനത്തെ ആൾക്കാരോ. പിന്നെ ഞാൻ പ്രധാനമായിട്ട് പറയാന്ന് വെച്ചാൽ ഈ ഫംഗ്ഷന് അച്ഛൻ പകുതി വെച്ച് വേറൊരു ഫംഗ്ഷൻ അച്ഛൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ വേറൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അച്ഛൻ അവിടേക്ക് പകുതി ആയപ്പോ ഞാനും അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കാത്ത. ഇവിടെ ഇരിക്കുമ്പോൾ പ്രത്യേക ഒരു സുഖം. പ്രധാന കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇത് കണ്ടല്ലോ, ഇത് മരത്തിൻ്റെത് അല്ല, പഴക്കള സാധനം. അത് ഇപ്പോഴത്തേന്ന് പറഞ്ഞാൽ ഫുൾ സ്റ്റീലും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇത് മരത്തിന് നല്ല കിടുവായിരുന്നു. നല്ല പരിപാടി ആയിരുന്നു. ഇന്നത്തെ സൂപ്പറായിരുന്നു. ഞാൻ കുറച്ചു നേരം അച്ഛൻ വരുന്ന പറഞ്ഞത്. അപ്പോൾ അറിവുകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. അറിവുകൾ നമ്മൾ ഓരോ ഗുരുക്കന്മാരുടെ കയ്യിൽ നിന്നും നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അറിവുകൾ അവസാനിക്കുന്നില്ല ഒരിക്കലും. അപ്പൊ അച്ഛൻ പറഞ്ഞ വലിയൊരു കാര്യമാണ്. കാരണം ഇങ്ങനത്തെ സെമിനാർ ആയാലും അതുപോലെ തന്നെ ഓരോരോ പരിപാടി നടത്തുന്ന നല്ല പരിപാടിയാണെന്നൊക്കെ ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റ് കൊടുത്തു. ശ്രദ്ധിച്ചാ സാധാരണ പരിപാടിയിൽ വെച്ചാൽ പരിപാടി എല്ലാം അവതരിപ്പിച്ചാലാകുമ്പോൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ഇവിടെ എന്താ കാണിക്കുന്നത് വെച്ചാൽ അടുത്ത ഇനിയും പരിപാടി, ഇനിയും ഇതേപോലത്തെ നല്ല രസകരമായിട്ടുള്ള പരിപാടിയിൽ ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം. അത് നല്ലിക്ക് ഭയങ്കര ഷോർട്ട് പരിപാടി എന്തായാലും. അപ്പൊ ആൾക്കാർ ഇൻട്രസ്റ്റ്, നല്ല ഇൻട്രസ്റ്റ്, സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അത് കൊള്ളാം. അപ്പൊ എന്നൊരു ഓർമ്മ പോലെ എല്ലാവർക്കും ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. പിന്നെ ഗുരുവായൂർ ദേവസ്വത്തിന്റെ പേരോടും കേൾക്കുമ്പോ ഭയങ്കര നൊച്ചല്ലോ ശരിക്കും പറഞ്ഞാൽ. പഠിച്ചത് നമ്മളൊന്നും ആയിട്ടില്ല കേട്ടോ. ഇനി എത്രത്തോളം കിടക്കണം നമുക്കറിയാം, എല്ലാവർക്കും അറിയാലോ. എന്നാലും ഇന്നത്തെ ദിവസം എന്തായാലും അടിപൊളിയാണ്. ഇനിയും അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോസിൽ വരും. ഇനി എന്നിട്ടേക്ക് ഇനി അടുത്ത ദിവസം നാളെ എന്ന് പറയുന്നത് നമ്മുടെ സംഗീത ഉത്സവമാണ്, അഷ്ടപതി സംഗീത ഉത്സവം. അത് കഴിഞ്ഞ് തൃശ്ശൂർ പൂരാണ്. കുറെ പേരുടെ എക്സിബിഷനുകൾ ഇങ്ങനെ ചെതറി കിടക്കുക പരിപാടികളൊക്കെ. അപ്പൊ നമുക്കിനി എന്തായാലും ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. അപ്പൊ നമുക്കിനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.